ഈ ജംഗ്ഷൻ 4 റോഡ്, ഈ റോഡിലെ ബ്ലോക്കുകൾ എന്ന് വെച്ചാൽ നിലമ്പൂർ റൂട്ടുമ്മക്കുള്ള ബ്ലോക്ക് 24 മണിക്കൂറും ഇതിന് പരിഹാരം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടൗണിൽ എന്തെങ്കിലും ഒരു വികസനം അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിനെ പറ്റിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും ഒരു മഞ്ചേരിയിൽ ആദ്യം വേണ്ട ഒരു ഫ്ലൈ ഓവറാണ്. ഒരു ഫ്ലൈ ഓവർ നേരത്തെ വന്നതാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഫ്ലൈ ഓവർ വന്നതാണ്. അത് ചില ആളുകളുടെ ഒരു കുത്തിത്തിരിപ്പ് കാരണം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഒരു ഫ്ലൈ ഓവർ നമ്മൾ നെല്ലിപ്പറമ്പെന്ന് തുടങ്ങി, നെല്ലിപ്പറമ്പിൽ കഞ്ചക്ഷൻ നമുക്കറിയാം, അവിടുന്ന് തുടങ്ങി ആ നേരെ മെഡിക്കൽ കോളേജിൻ്റെ ആ കോമ്പൗണ്ട് കഴിഞ്ഞ്, അതായത് നമ്മുടെ പഴയ SPT ഒക്കെ കഴിയുന്ന അവിടെ പോയി ഇറങ്ങുന്ന രീതിയിൽ ഫ്ലൈ ഓവർ വന്നാൽ മഞ്ചേരി ടൗണിൻ്റെ ഒരു 50-60% പ്രശ്നം തീരും. ട്രാഫിക് ബ്ലോക്ക് അതിൽ. മറ്റൊന്ന്, ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ചില ഒരു അനാവശ്യമായുള്ള കടമ്പിടുത്തുണ്ട്. ഇപ്പോൾ IGBTയിൽ ബസ് ഇറങ്ങിയിട്ട് ആ ബസ് ഇറങ്ങി പിന്നെ ആളിറക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പറ്റില്ല, അങ്ങാടിയിൽ തന്നെ പോകണം. അങ്ങാടിയിൽ വരെ കാര്യങ്ങൾ വല്ല ട്രോഫി എടുത്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ, അല്ലേ? സ്വർണ്ണക്കട്ടിയൊന്നും എടുത്ത് വെച്ചില്ലോ. ആളുകൾ അവിടെ ഇറങ്ങുന്നു, ഇറങ്ങിയിട്ട് അവിടുന്ന് പോകാൻ അതിന് വേറെ ടൗൺ ബസ് പോലെ സംവിധാനങ്ങൾ മഞ്ചേരിയിൽ വേണം. അത് നമുക്ക് അതിൻ്റെ സംവിധാനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാതെ നമ്മൾ ടൗണിൽ വന്ന് ഞങ്ങൾ ടൗണിൽ ഈ കഞ്ചക്ഷൻ ഇടയിൽ കൂടി ബസ്സും കൂടി വന്നിട്ട് എന്തായിരിക്കും അവസ്ഥ? ആ പഴയ സ്റ്റാൻഡ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ഒരിക്കലും നമ്മൾ ഇനി ആലോചിക്കുന്നില്ല. അവിടെ ഒരു ബസ് ബേ, അതായത് പുതിയ സ്റ്റാൻഡിൽ നിന്നും ബസ് ഇവിടെ നിന്ന് ആളിറക്കി ആ ബസ് അങ്ങോട്ട് പോകേണ്ടത് ഏത് നിലമ്പൂർ ഭാഗത്തേക്കും അരീക്കോട് ഭാഗത്തേക്കും പാണ്ടിക്കാട് ഭാഗത്തേക്കും പോകേണ്ടതാണെങ്കിൽ അത് പാണ്ടിക്കാട് റോഡിലെ പുതിയ സ്റ്റാൻഡിൽ ബൈപ്പാസ് വഴി അവിടെ പോകുന്നു. അവിടെ പോയി അവിടെ നിർത്തി ആളെ കയറ്റി ആ പോകുന്ന വണ്ടികൾ. പിന്നെ അതേപോലെ അവിടുന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ, അതായത് പിന്നെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്ത് തിരൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണെങ്കിൽ അവർ ആ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് ഈ പഴയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അപ്പോൾ പൊളിച്ച് പണിയുന്ന സ്റ്റാൻഡിന് അവിടെ ഒരു ബസ് പേര് ആളെ കയറ്റി ഇറക്കുക പോവുക. അല്ല, അവിടെ ബസ് നിർത്തിയിട്ടുള്ള പരിപാടി പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് അവിടെ ഇറങ്ങി ഒരു ഓട്ടോന് ഇങ്ങോട്ട് പോകണം, ഓട്ടോറിക്ഷക്കാരൻ ജീവിക്കണ്ടേ? ഓന് അരി വാങ്ങാനല്ലേ നടക്കുന്നത്.